സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ന്യൂസുകൾ നമ്മൾ ദിനം പ്രതി കേൾക്കുന്നുണ്ടാകും. മതരാഷ്ട്രവാദികളാണ്, തീവ്രവാദികളാണ് എന്നുള്ള രീതിയിലൊക്കെ. ഈ കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടെ മുന്നണികളുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് വരെ ജമാഅത്ത് ഇസ്ലാമിയാണ് എന്ന തലത്തിൽ വരെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പീപ്പിൾ തിങ്ക് ദേ ആർ സംതിങ്, ദേ ആർ ഇൻ്റലക്ച്വൽ ഹൂ ക്യാൻ ഡു ടെറിബിൾ തിങ്സ് എന്ന് ആളുകൾ വിചാരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊരു വാർഡിൽ 4, 3, 7 പേര് മാത്രമുള്ളൊരു സംഘടനയാണ് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമി എങ്ങനെയാണ് ഇത്ര സെറ്റപ്പ് ആവുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയമായിട്ട് ചർച്ച ചെയ്യാൻ നമ്മളോട് കൂടെ ഇന്നുള്ളത് ദീർഘകാലം ജമാഅത്ത് സഹയാത്രികനും അവർക്ക് വേണ്ടി എഴുതുകയും പ്രഭാഷണങ്ങളൊക്കെ നടത്തുകയും പിന്നീട് ആശയപരമായ ഭിന്നിപ്പ് മൂലം അതിൽ നിന്ന് പോരുകയും സ്വതന്ത്ര പത്രപ്രവർത്തകനും അതുപോലെ തന്നെ ചിന്തകനും എഴുത്തുകാരനും വിവർത്തകനും ഒക്കെ ആയ MA കാരപ്പഞ്ചേരിയാണ് നമ്മുടെ ഗസ്റ്റ്. സാറേ, സ്വാഗതം. നമുക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് 1941 അബുൽ ആലം മൗദൂദി അല്ലേ, അബുൽ ആല മൗദൂദി അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലാഹോറിലാണ് ജമാഅത്ത് ഇസ്ലാമി സ്ഥാപിച്ചത്. ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപിത ലക്ഷ്യമായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ദീനിൽ നിന്ന് അകലുന്നു എന്നുള്ളൊക്കെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഉണ്ടെങ്കിൽ പോലും ഹുക്കുമത്തുൽ ഇലാഹി, അതായത് സൊവറൈൻറ്റി ബിലോങ്സ് ടു അള്ളാഹുവിനാണ് പരമാധികാരം എന്നത് തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ് ആൻറ്റി നാഷണലിസം. ഇന്ത്യ എന്നുള്ളൊരു കൺസെപ്റ്റിന് അപ്പുറത്തേക്ക് ഒരു സാർവദേശീയ തലത്തിൽ, ഒരു ആഗോളതലത്തിൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. കുറച്ചും കൂടി നന്നാക്കി പറഞ്ഞാൽ ടു എസ്റ്റാബ്ലിഷ് ദ കംപ്ലീറ്റ് വേ ഓഫ് ലൈഫ് ഇൻ ഇസ്ലാം, അല്ലെങ്കിൽ ടു എസ്റ്റാബ്ലിഷ് ഇസ്ലാം ആസ് എ കംപ്ലീറ്റ് വേ ഓഫ് ലൈഫ്. അത് പൊളിറ്റിക്സിൽ മാത്രമല്ല, സോഷ്യലും അതുപോലെ തന്നെ സാമ്പത്തിക, എക്കണോമിക്കൽ എല്ലാ മേഖലയിലും ഇസ്ലാമിനെ കംപ്ലീറ്റ് വേ ആക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമായിട്ട്, അവരുടെ സ്ഥാപിത ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. പിന്നെ ചോദ്യം, നമ്മളിപ്പോൾ പഴയ കാര്യങ്ങളൊന്നും ഒരുപാട് പറയാതൊക്കെ എല്ലാവർക്കും അറിയാലോ, ഇന്നും ജമാഅത്ത് ഇസ്ലാമി അവിടെ തന്നെയാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. ഇന്നും ജമാഅത്തെ ഇസ്ലാമി അവിടെ തന്നെയാണുള്ളത്. ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ ലക്ഷ്യത്തിൽ ബാഹ്യമായ വാക്കുകളിലല്ലാതെ സത്തയിൽ മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല. അവർ മാറ്റം വരുത്തിയിട്ടുമില്ല. ആദ്യം ഹുക്കൂമത്തെ ഇലാഹി, ദൈവിക ഭരണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭരണകൂടം, ആ ആശയാണ് മൗദൂദി ജമാഅത്തെ ഇസ്ലാമിയുടേതായിട്ട് പ്രഖ്യാപിച്ചത്. ഭരണഘടനയിലും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് 54-55 കാലത്ത് നാനാഭാഗങ്ങളിൽ നിന്നും വിമർശനങ്ങൾ വന്നതോടുകൂടി ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ആ ഭരണഘടനയിൽ ചെറിയ മാറ്റം വരുത്തി. ഹുക്കൂമത്തെ ഇലാഹി എന്നതിന് പകരം ഇഖാമത്തുദ്ദീൻ എന്ന ഒരു പദപ്രയോഗം അവർ നടത്തി. പക്ഷെ എന്നാലും ഈ ഹുക്കുമത്തും ഇഖാമത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹുക്കൂമത്തെ ഇലാഹി എന്നുള്ള ഒരു ഉറുദു പ്രയോഗമാണല്ലോ. അതായത് ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ ഭരണകൂടം, അതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ മതം സ്ഥാപിക്കുക. അപ്പോൾ മതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സമഗ്രമായ ജീവിത വ്യവസ്ഥ. അതല്ലാതെ സാധാരണ മുസ്ലിങ്ങൾ കാണുകയും പറയുകയും ചെയ്യുന്നത് പോലെയല്ല, ഒരു വ്യവസ്ഥ, ജീവിത വ്യവസ്ഥ. അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കും. അപ്പോൾ അതിലൊന്നും ഒരു പുതുമല്ല, എല്ലാവരും പറയുന്നതാണ് ഇസ്ലാം ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും. പക്ഷെ അതിൻ്റെ പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ദീന്, ഇസ്ലാം, മതം എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവർ ഊന്നുന്നത് രാഷ്ട്രീയത്തിലാണ്. ഇപ്പോൾ വ്യക്തി ജീവിതം നന്നാക്കണം, സാമൂഹിക ജീവിതം നന്നാക്കണം, ഒക്കെ ഇസ്ലാം അനുസരിച്ച് പുനഃസ്ഥാപിക്കണം. സാമ്പത്തിക ജീവിതം ഇസ്ലാം അനുസരിച്ച് പുനഃസംവിധാനം ചെയ്യണം. രാഷ്ട്രീയ ജീവിതവും ഇസ്ലാം അനുസരിച്ചിട്ട് പുനഃസംവിധാനം ചെയ്യണം. അപ്പോൾ ഫലത്തിൽ എന്താ വരിക? ഒരു ശരീഅത്ത് നിയമം, ഒരു ശരീഅത്ത് നിയമം അനുസരിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച്
അവരുടെ അടിസ്ഥാന ആശയം എന്താന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അതെ അള്ളാഹുവിൻ്റെ ഭരണം, അതെ അതെ അതാണ് അവരുടെ അടിസ്ഥാന ആശയം. അടിസ്ഥാനപരമായ ലക്ഷ്യം. അതിനെ ഈ ആദ്യം മൗദൂദിയുടെ തന്നെ ഒരു കോട്ട് നമുക്ക് ഇവിടെ ഉച്ചരിക്കുന്നത് ആ, നല്ലതായിരിക്കും. പുള്ളി ഇത് സ്ഥാപിച്ചിട്ട് പറഞ്ഞത്, എയിം ടു ക്രിയേറ്റ് കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ ഹൂ ബിലീവ് ഇസ്ലാം ഈസ് നോട്ട് ജസ്റ്റ് എ റിലീജിയൻ ബട്ട് ദ കംപ്ലീറ്റ് വേ ഓഫ് ലൈഫ് എന്നാണ്. അതായത് ഇസ്ലാം ഒരു മതം മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ഇസ്ലാമിലുണ്ട്. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ. അതെ. പക്ഷേ രാഷ്ട്രീയം മാത്രമാണ് പിന്നീട് അതിൻ്റെ ഒരു ഊന്നലായിട്ട് മാറുന്നത്, ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള രാഷ്ട്രീയം. അതിലേ ഉം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും. അതെ അതെ അപ്പോൾ ഫലത്തിൽ വരുന്നത് ഒരു രാഷ്ട്രീയത്തിലുള്ള ഊന്നല. അതെ അതെ ഫലത്തിൽ അതെ 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 തത്വത്തിൽ ഇപ്പോൾ ഇസ്ലാം അനുസരിച്ച് ജീവിതത്തെ മുഴുവൻ ജീവിതത്തെയും സമഗ്രമായി ഉം. സമ്പൂർണമായി ഉം. ഇസ്ലാമീകരിക്കണം ഉം. എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അതിനോട് വിയോജിക്കേണ്ട ആവശ്യമില്ല. ആവശ്യം. പക്ഷെ അതിൽ രാഷ്ട്രീയം കൂടെ വരുമ്പോഴാണ് ഉം. ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം ഉം. അല്ലെങ്കിൽ മതരാഷ്ട്രം എന്നുള്ളൊരു എന്നുള്ളൊരു സങ്കല്പം വരും. അപ്പൊ അതിൽ ഇന്ത്യയിൽ ഒതുങ്ങുന്നതല്ലല്ലോ അവരുടെ, അല്ലെ, സാർവദേശീയമായിട്ടൊരു മുസ്ലിം ബ്രദർഹുഡ് അല്ലേ? അതെ, തുടക്കത്തിൽ അങ്ങനെ അങ്ങനെ തന്നെ. തന്നെയായിരുന്നു. അത് ഈജിപ്തിൽ 1928 ഉം. ഹസനുൽ ബന്ന, അന്ന. അദ്ദേഹം ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അതെ അതെ കുറച്ച് ആത്മീയതയും ചില തരീക്കത്തുകളിലൊക്കെ അങ്ങായിരുന്നു അതെ അദ്ദേഹം. അതെ അതെ. അദ്ദേഹം സ്ഥാപിച്ചതാണ് ഇഖ്വാനുൽ മുസ്ലിമൂൻ, ഉം, ഉം, ഉം. മുസ്ലിം ബ്രദർഹുഡ്. അതെ അതെ അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വ്യക്തി നേരത്തെ പറഞ്ഞതുപോലെ ആ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇസ്ലാം. ഇസ്ലാമീകരിക്കുക. അതെ, അതെ. ഇസ്ലാമിനനുസരിച്ച് അതെ, അതിപ്പോൾ ഒരു രാജ്യത്ത് മാത്രമല്ല, അത് ലോകം മുഴുവനും അത് വ്യാപിക്കണം. ഇപ്പം നമ്മൾ ഇന്ത്യയിലൊരു കോണ്ടസ്റ്റിൽ എടുക്കുമ്പോൾ ഇതൊരു പോസിബിൾ ആയിട്ടുള്ള പുരോഗമനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ജനാധിപത്യ ചിന്താഗതിയാണ്. അതെ. അപ്പോൾ അത് ഇന്ത്യയിൽ പോസിബിൾ അല്ല എന്ന് അവരിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ജമാഅത്ത് ഇസ്ലാമി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അവരതിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ജമാഅത്ത് ഇസ്ലാമി. അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ തുടക്കത്തിൽ തന്നെ അവർ പറഞ്ഞല്ലോ, ഉം. മതേതരത്വം, ജനാധിപത്യം, ദേശീയത, ഉം. ഇത് മൂന്നുമാണ് മനുഷ്യ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ 3 രോഗങ്ങൾ. രോഗങ്ങൾ. ഈ ആശയങ്ങളെ വിഭാടനം ചെയ്ത് ഉം. തൽസ്ഥാനത്ത് ഇസ്ലാമിക ഭരണം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയം ഉം, ഉം. കൊണ്ടുവരാതെ ഉം. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോകത്തുള്ള ആർക്കും രക്ഷയില്ല എന്നാ. എന്നാണ് അവരുടെ കൺസെപ്റ്റ്. അങ്ങനെയാണ് ഉം. മൗദൂദി, ജമാഅത്തെ ഇസ്ലാമി ഇന്നും അവര് തുടക്കത്തിൽ, ആദ്യം തന്നെയാണ് ഇന്നും യഥാർത്ഥത്തിൽ അതിൽ തന്നെ അവർ നിലകൊള്ളുന്നത്. നിലകൊള്ളുന്നത്. അവർ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കൊക്കെ വേണ്ടി പ്രകടനങ്ങളും ഉം. പ്രമേയങ്ങളും ഉം, ഉം. ഒക്കെ ചെയ്യുന്നുണ്ട്. അതെ, അതിനുവേണ്ടി വലിയ സമരങ്ങൾ അതെ അതെ അവർ നടത്തുന്നുണ്ട്. സ്വന്തവും മറ്റുള്ളവരൊപ്പം ചേർന്നും നടത്തുന്നുണ്ട്. നടത്തുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അവർക്ക് ജനാധിപത്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. പറ്റൂല. അവരുടെ ബൈ ബർത്ത് പ്രകാരം തന്നെ വേണമെങ്കിൽ പറയാം ആ അതെ. സംഘടനയുടെ. അത് അങ്ങനെയല്ലോ, അതെ, അതെ. സഹജമായ അവരുടെ ഈ ചിന്ത. വിരോധമുണ്ട്. അതെ അതെ അതെ. അവരെ ഭരണഘടന നോക്കുകയാണെങ്കിൽ ഇന്നും ഉം. അവരുടെ ഭരണഘടനയുടെ ലക്ഷ്യം വായിച്ച് നോക്കിയാൽ അവിടെ ഇസ്ലാമിക രാഷ്ട്രം ഒരു ലക്ഷ്യമായി വരും. അതെ. അതിപ്പം മതരാഷ്ട്രം എന്ന് പറഞ്ഞ് മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ടാവും. അതെ, അതെ, അതെ. അതൊക്കെ ഓരോ പ്രയോഗങ്ങളാണ്. അതെ അതെ അതെ. അവർ അടിസ്ഥാനപരമായി ഒരു ഇസ്ലാമിക ശരീഅത്ത് നിയമം കൊണ്ടുവരിക, ഇസ്ലാമിക ഭരണം അത് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി. ശരീഅത്തിന്റെ എന്നും അടിസ്ഥാനത്തിലുള്ള. ജമാഅത്ത് ഇസ്ലാമി അത് തന്നെയാണ്. അതെ, അവർ 3 വാക്കുകൾ അതിനെ പറയാറുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഭരണം. ഉം. 2, ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചിട്ടുള്ള ഭരണം. വരണം. 3, പ്രവാചകനോട് അനുബന്ധിച്ച് വന്നിട്ടുള്ള സച്ചരിതരായ ആളുകൾ, ഖുലഫാവുകൾ, ഉം. ഖലീഫമാർ, ഉം. അവരുടെ ഭരണം. ഉം, ഉം, ഉം. അപ്പോൾ അവർ പറയാറുണ്ട് ഖിലാഫത്തിലേക്ക് മടങ്ങിപ്പോകണം. ഉം, 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 ഉം. ഈ ഐസിസിൻ്റെ ഒക്കെ ഖിലാഫത്ത് വാദം യഥാർത്ഥത്തിൽ ഉം. അതിൻ്റെ വേരുകൾ ഇവിടെ കിടക്കണേ ബ്രദർഹുഡിലാണ് കിടക്കുന്നത്. ബ്രദർഹുഡിൽ ആണ് കിടക്കുന്നത്. അത് ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇന്ത്യൻ പ്രതിരൂപമാണ്, ഇന്ത്യൻ പതിപ്പാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും അതാ പറഞ്ഞിട്ടുള്ളത്, അതെ അതെ അതെ. ഇസ്ലാമീകരിക്കണം ജീവിതത്തെ. അതെ അതെ. അപ്പം ഇന്ത്യയെ ഇസ്ലാമീകരിച്ചാൽ പോരാ, ആ, ലോകത്താകമാനം ഇസ്ലാമീകരിക്കണം. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞത് ഈ ദേശീയ അതിരുകൾക്കിടയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അല്ല, ഇസ്ലാം ഈസ് എ
യൂണിവേഴ്സൽ റിലീജിയൻ. അതെ 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 അതൊരു യൂണിവേഴ്സലിസ്റ്റ് റിലീജിയൻ അല്ല കേട്ടോ, അതെ അത് അതെ മനസ്സിലാക്കണം. മനസ്സിലായി. ഒരു സാർവത്രിക മതമാണ്, അതെ 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 അല്ലാതെ ഒരു സാർവത്രിക ലോകസംഗ്രഹ കാഴ്ചപ്പാടുള്ള മതം എന്നല്ല അവർ പറയുന്നത്. ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി മനസ്സിലായി ഇസ്ലാം. അപ്പം ലോക ആകമാനം ഇസ്ലാം മനസ്സിലായി. വരണം, അവിടെ ലക്ഷ്യം അതാണ്. അത് തന്നെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് ചുരുക്കി പറയാം അല്ലേ? അപ്പോൾ അങ്ങനെ അവർ ഈ ഊന്നല് വ്യക്തിജീവിതം ധാർമ്മികവൽക്കരിക്കണം, സാമ്പത്തിക ജീവിതം ഒക്കെ അവർ പറയുന്നുണ്ട്. അതെ അതെ പക്ഷേ ഇതിൻ്റെ ഊന്നല് അവർ ബോധപൂർവം തന്നെ രാഷ്ട്രത്തിലാണ് കൊടുക്കുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ ജമാഅത്തെ ഇസ്ലാമി എങ്ങനെ ആ ആശയം തന്നെ അവരെ ഭരണഘടനയിൽ എഴുതി വെച്ചു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം അവരതിൽ നിന്ന് അകലാൻ വേണ്ടി പല കളികളും കളിക്കുന്നുണ്ടല്ലോ. പക്ഷേ ആ ഭരണഘടന വായിച്ചു നോക്കുകയാണെങ്കിൽ, ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഭരണഘടന, അത് വായിച്ചു നോക്കിയാലേ പിന്നെ ഇപ്പോഴും അവരുടെ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രം. കാരണം രാഷ്ട്രീയത്തെ ഇസ്ലാമിനനുസരിച്ച് സംവിധാനിക്കണം എന്ന് പറഞ്ഞാൽ അതല്ലേ അർത്ഥം? അതാണല്ലോ അർത്ഥം. അപ്പം സാമ്പത്തിക ജീവിതത്തെ പുനഃസംവിധാനിക്കണം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നു. കാരണം ഇസ്ലാമിനനുസരിച്ചുണ്ട് അതിൻ്റെ ധാർമ്മികത. അതെ, പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അപ്പോൾ ഇവരുടെ സ്ട്രാറ്റജി നമ്മൾക്ക് കേരളത്തിന്റെ ഒരു ഇതിൽ നോക്കുമ്പോഴേ, ഇപ്പൊ കേരളത്തിൽ മുസ്ലിം ലീഗ് ഉണ്ട്, കേരളം ഉണ്ടായതിനോട് കൂടെ തന്നെ മുസ്ലിം ലീഗും ഉണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് ഇന്നിപ്പോൾ 22 MLA-മാരുള്ള 5 മന്ത്രിമാരുള്ള വലിയ പ്രസ്ഥാനമാണ്. അപ്പോൾ മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന ഒരു സാമുദായിക പൊളിറ്റിക്സ് ഒരു ഭാഗത്തുണ്ട്. ഇനി മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ 2 പ്രബലരായ സുന്നികളുണ്ട്. സുന്നികളെ സംബന്ധിച്ചിടത്തോളം 2 മുന്നണികൾ അധികാരത്തിൽ വന്നാലും അതിൽ ഇടപെടാനുള്ള ശേഷി അവർക്കുണ്ട്. CPM ആകുമ്പോൾ നമുക്കറിയാം, കാന്തപുരം വിഭാഗവും മറ്റേത് വരുമ്പോൾ EK വിഭാഗത്തിനും. ഇപ്പോൾ 2 മുന്നണികൾ വന്നാലും സുന്നികൾ അവിടെ ഉണ്ട്. ഓഫ് കോഴ്സ് സലഫികളും ഉണ്ട്. അപ്പോൾ ഈ സലഫികൾ ഒരു ഭാഗത്തുണ്ട്, സുന്നികളുണ്ട്, അതിൻ്റെ പിന്നെ സാമുദായിക പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് ഉണ്ട്. അപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഈ ഒരു കോണ്ടസ്റ്റിൽ ഈ ജമാഅത്ത് ഇസ്ലാമിൻ്റെ പൊളിറ്റിക്കൽ ഇസ്ലാം എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ അതിൽ പറഞ്ഞു പഠിപ്പിക്കുന്നതെന്ന് അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അല്ല, കേരളത്തിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങളോടാണല്ലോ മൗദൂദി. പക്ഷെ ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ നിന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇവിടെ ഇങ്ങനത്തെ സെറ്റപ്പുകളുണ്ട്. അല്ലാതെ മൊത്തം ഇന്ത്യൻ മുസ്ലിങ്ങളോടാണ് നമ്മൾ പ്രാഥമികമായി പറഞ്ഞാൽ, ലോക മുസ്ലിങ്ങളോടാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. പക്ഷേ നമ്മളൊരു പ്രായോഗികത്തിന് വേണ്ടിയിട്ട് പറയാം, മൊത്തം ഇന്ത്യക്കാരോടാണ് മൗദൂദി സംസാരിച്ചത്. അവിഭക്ത ഇന്ത്യ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ന് കേരളത്തിൽ നമ്മൾ ജമാഅത്തെ ഇസ്ലാമി ഈ സംഘടനകളൊക്കെ ആദ്യകാലത്ത് വിലയിരുത്തിയിരുന്നത്, ഈ അടുത്ത കാലം വരെ വിലയിരുത്തിയിരുന്നത്, ഇപ്പോൾ ഇവിടുത്തെ സമസ്തകൾ എന്നിപ്പോൾ നമ്മളിപ്പോൾ പറയണ്ട, കാരണം അതൊക്കെ ഓരോ പിൽക്കാലത്ത് ഇവിടുത്തെ സമസ്ത, മുജാഹിദുകൾ, തബ്ലീഗ്, അങ്ങനെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ, ഇങ്ങനെ മുസ്ലിം ലീഗ് തുടങ്ങിയിട്ടുള്ള മുസ്ലിം സമൂഹ സംഘടനകളും സാമുദായിക പാർട്ടിയും ഒക്കെ ഒരു ഭാഗത്തും ജമാഅത്തെ ഇസ്ലാമി മറുഭാഗത്തുമായിരുന്നു. അതെന്താ കാരണം എന്ന് വെച്ചാൽ, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിലാണ് ഇവിടുത്തെ ഭൂരിഭാഗം മുസ്ലിങ്ങൾ. അല്ലെങ്കിൽ അവർ കോൺഗ്രസ്സിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലോ ഒക്കെ അവർ അണിനിരക്കുന്നുണ്ടാവും. മുസ്ലിങ്ങൾ അങ്ങനെ അവരുടെ രാഷ്ട്രീയം അതാണ്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ അതിനെ ബഹിഷ്കരിക്കാനാണ് പറയുക ആദ്യകാലത്ത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് സമുദായത്തിൽ നിന്നുണ്ടായിരുന്ന എതിർപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ ജനാധിപത്യം സംരക്ഷിക്കപ്പെടാൻ തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കുകയും അങ്ങനെ പാർലമെൻറ്റ് രാഷ്ട്രീയത്തിൽ ഭാഗവാക്കാവുകയും ചെയ്യുന്നതാണ് മുസ്ലിങ്ങൾക്ക് നല്ലത് എന്നുള്ള നിലപാടാണ് ഈ സംഘടനകൾ മുസ്ലിം ലീഗ് അടക്കം ഉണ്ടായിരുന്നത്. പക്ഷെ അതിനെ അവർ നിശിതമായി ദൈവനിഷേധം, കുഫ്റെന്നും അതുപോലെ ദൈവത്തിൽ പങ്കു ചേർക്കുന്നതായിട്ട്, വിഗ്രഹാരാധനക്ക് തുല്യമായി അതിനെ ഷിർക്ക് എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് അതിൽ നിന്ന് അവർ വന്നു, അതിൽ നിന്ന് അവർ മാറി. ഒരു പക്ഷേ അവർ അതിൽ നിന്നും പരിണമിച്ചു. നമുക്ക് വളർച്ച എന്ന് പറയാൻ പറ്റില്ല, കാരണം ആ ആശയങ്ങൾ തന്നെ അവർ തന്ത്രപൂർവം മാറ്റി മറ്റു രൂപത്തിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത്
കമ്മ്യൂണൽ പൊളിറ്റിക്സാണ്. ഉം. കമ്മ്യൂണൽ എന്ന് പറയുമ്പോൾ വർഗീയത എന്നുള്ള അർത്ഥത്തിലല്ല, അതല്ല സാമുദായിക പാർട്ടി. സാമുദായിക പാർട്ടി. ഉം. അവരുടെ ഒരു മുസ്ലിം പൊളിറ്റിക്സാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് മുമ്പ് ഫൈറ്റ് ചെയ്തു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുന്നോട്ട് വെച്ചത്. അതെ. ഇപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചപ്പോൾ അവരുടെ ലക്ഷ്യം ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുക, ഈ സമുദായത്തിന് വേണ്ടിയാണ്. ആ ഒരു പൊളിറ്റിക്സാണ്. അതിപ്പോൾ കോൺഗ്രസിനോട് കൂടണോ CPM-നോട് കൂടണോ എന്നുള്ളത് കാലാകാലങ്ങളിൽ അവർ മാറി മാറി കൂടിയിട്ടുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്സ് ഇസ്ലാമിക് പൊളിറ്റിക്സാണ്, അല്ലാതെ മുസ്ലിം പൊളിറ്റിക്സ് അല്ല. അപ്പോൾ ഇസ്ലാമിക് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാനിൽ ഇസ്ലാമിക് പൊളിറ്റിക്സ് നടപ്പാക്കാനല്ല പാകിസ്ഥാൻ വാദിച്ച് സ്ഥാപിച്ചത്. അവിടെ മുസ്ലിം പൊളിറ്റിക്സ് പോലും അല്ല അദ്ദേഹത്തിൻ്റെ. അല്ല, അയാൾ ബേസിക്കലി ഒരു നിരീശ്വരവാദിയായിരുന്നു. ബേസിക്കലി ഡെമോക്രാറ്റ് ആയിരുന്നു അദ്ദേഹം. മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് പാകിസ്ഥാൻ എന്ന തോതിലാണ് ആദ്യമായി കറാച്ചിയിൽ ചെയ്ത സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അത് അദ്ദേഹത്തിൻ്റെ മരണം വരെ തുടരുകയും പിന്നീട് ലിയാഖത്ത് അലി ഖാൻ പ്രധാനമന്ത്രിയായതോടുകൂടി കാര്യങ്ങൾ തകിടം മറിയുകയും ചെയ്തു. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പൊളിറ്റിക്സ് മുസ്ലിം പൊളിറ്റിക്സാണ്, സാമുദായിക രാഷ്ട്രീയം. ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്സ് ഐഡിയോളജിക്കൽ പൊളിറ്റിക്സാണ്. അതായത് ജിന്ന പാകിസ്ഥാന് വേണ്ടി വാദിക്കുമ്പോൾ ആദ്യകാലത്ത് മൗദൂദി അതിനെതിരായിരുന്നു. കാരണം ജിന്ന വാദിക്കുന്നത് ഒരു തരം ദേശീയവാദ ആന്റി നാഷണലിസത്തിന്റെ ആളാണ്. ഇവരാണെങ്കിലോ മതത്തിന്റെ പേരിലായാൽ പോലും ദേശീയത അംഗീകരിക്കൂല, ദേശീയത ഇല്ല. അതുകൊണ്ടാണ് അവർ ഞങ്ങൾ പാകിസ്ഥാൻ വാദത്തിന് എതിരായിരുന്നു എന്ന് അവർ പറയലുണ്ട്. അതിന്റെ രഹസ്യത അവരെതിരായത്. അതായത് പാകിസ്ഥാൻ രൂപീകരിച്ച അതൊരു രാഷ്ട്രമാണ്. അതെ, ജമാഅത്ത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തിന് അംഗീകരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് അവർ പാകിസ്ഥാൻ എതിർത്തത്. രാഷ്ട്രത്തെ ഇതെല്ലാവരും ഈ കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. അതായത് ഈ ജമാഅത്ത് ഇസ്ലാമി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പാകിസ്ഥാൻ വാദത്തിന് എതിർത്തിരുന്നു. യഥാർത്ഥത്തിൽ അവർ എതിർക്കാനുള്ള കാരണം ഇവർ മുന്നോട്ട് വെക്കുന്നത് ആന്റി നാഷണലിസം, അതായത് ലോകം മൊത്തം ഇസ്ലാമിന്റെ കീഴിൽ വരാനുള്ള. പാകിസ്ഥാൻ ഒരു രാഷ്ട്രമാണ്, ആ രാഷ്ട്രത്തെ അവർ അംഗീകരിക്കൂല. ആ ഒരു തലത്തിലാണ് അവർ പാകിസ്ഥാൻ എതിർത്തിരുന്നത്. സാമുദായിക രാഷ്ട്രീയം അല്ലെങ്കിൽ പിന്നെ ദേശീയത ഇതിനോട് അവർക്ക് താല്പര്യമില്ല. പക്ഷേ മൗദൂദി ഏതാനും വർഷം മാത്രമേ ആ നിലപാട് തുടർന്നു പോയിട്ടുള്ളൂ. പിന്നീട് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയത് തന്നെ എന്തിനാ? ഇന്ത്യയിൽ നിൽക്കേണ്ട ആളാണല്ലോ. പോയത് തന്നെ ഏതായാലും മുസ്ലിം രാഷ്ട്രം ആയല്ലോ. അപ്പൊ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ എളുപ്പമാണല്ലോ, അതിനുള്ള സാഹചര്യം ഒരുങ്ങിയല്ലോ. അങ്ങനെയാണ് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോകുന്നത്. ആ പോയ അന്ന് മുതൽക്ക് തന്നെ മുസ്ലിം ലീഗുമായിട്ട്, അതായത് അവിടുത്തെ വലിയ പാർട്ടി മുസ്ലിം ലീഗാണ്, മുസ്ലിം ലീഗുമായിട്ട് ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 50കളിലോ 53-ലോ മറ്റോ വേറെ ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം തുറുങ്കിലടക്കപ്പെടുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പല ലോകരാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഇടപെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തെ മോചിതനാക്കിയത്. പിന്നെ അമേരിക്കയിലാണ് പുള്ളി മരിക്കുന്നത്. പിന്നെ അവസാന കാലത്ത് അമേരിക്കയിലെ ഇവര് ഭയങ്കര പാശ്ചാത്യരെ എതിർക്കുന്ന ആൾക്കാരാ. പുള്ളി മരിക്കാൻ തെരഞ്ഞെടുത്തത് പാകിസ്ഥാൻ അമേരിക്കയാണ് എന്നുള്ളൊരു വിഷയത്തേക്ക് പോകണ്ട. അതിപ്പോ ആ വിഷയത്തേക്ക് പോയാലേ രോഗിയായി കിടക്കുമ്പോൾ മക്കൾ തീരുമാനിക്കണതൊക്കെ ആയിരിക്കും. ഏതായാലും അദ്ദേഹം ആദ്യം ഈ ആശയത്തെ മുസ്ലിം പൊളിറ്റിക്സിനെ എതിർക്കുകയും പിന്നീട് ആ മുസ്ലിം പൊളിറ്റിക്സിൻ്റെ അനന്തരഫലമായ പാകിസ്ഥാനിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഇന്ന് വരെ ജമാഅത്തെ ഇസ്ലാമിക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. അവിടെ കഴിഞ്ഞിട്ടില്ല. അവരാണെങ്കിലോ കുറച്ച് ജനാധിപത്യത്തിലേക്ക് മാറുകയും ചെയ്തു പാകിസ്ഥാൻ. എന്നാൽ ഇന്ത്യയിൽ അവർ ജനാധിപത്യത്തിലേക്ക് മാറേണ്ടത് അനിവാര്യമായി തീർന്നത് കൊണ്ടാണ് മുദ്രാവാക്യം വിളിക്കണേ. അതൊരു മുദ്രാവാക്യം വിളിയിൽ ഒതുങ്ങും. ഉള്ളിലിരിപ്പ് അത് ഞാൻ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ അവർ ജനാധിപത്യത്തിലേക്ക് പരിണമിക്കുമ്പോൾ അതിനെ സ്വീകരിക്കുകയും അതിനെ നല്ല രീതിയിൽ കാണുകയും ചെയ്യണമല്ലോ. അപ്പം അവരോടൊരു വെറുപ്പുള്ളത് കൊണ്ട് പറയുന്നത് പോലെ തെറ്റിദ്ധരിക്കും ചില ആളുകൾ. യഥാർത്ഥത്തിൽ അവർക്ക് സെക്കുലറിസത്തോടും ജനാധിപത്യത്തോടും
യാതൊരു മമതയുമില്ല, താല്പര്യമില്ല. കമ്മിറ്റ്മെന്റ് ഇന്ത്യ ഇങ്ങനെ രാജ്യമായതുകൊണ്ട് ഇവിടുത്തെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇവർ സെക്കുലറിസവും മതേതരത്വവും പറയുന്നു. അവരുടെ ഏറ്റവും വലിയ നേതാവ് അതെ അതെ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ചതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ താത്വികാചാര്യൻ എന്ന് വിളിക്കപ്പെടാവുന്ന ഒരാളെ ഉണ്ടായിട്ടുള്ളൂ, ടി കെ അബ്ദുള്ള. കേരളത്തിൽ അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ആ ടി കെ അബ്ദുള്ള സാഹിബ് എന്ന് അറിയപ്പെടുന്ന അവരുടെ ഒരു അമീർ, അവരുടെ ഒരു വലിയ താത്വികാചാര്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഇവിടെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വൈറലായി കടന്നു കളിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഡെമോക്രസി, സെക്കുലറിസം എന്നെല്ലാം പറയും, ഞങ്ങൾ അതൊക്കെ പറയും, നിങ്ങളത് അത്ര വിഷയാക്കണ്ട, ഞങ്ങളത് അങ്ങനെ അത് ഞങ്ങൾ പലതും പറയും എന്ന് വെച്ചാൽ, ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഭരണഘടന പറയുന്നത് പോലെ തന്നെ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല, സെക്കുലറിസത്തെ അംഗീകരിക്കുന്നില്ല. ഭരണഘടനയിൽ അത് എഴുതി വെച്ച രീതി വേറെയാണെന്ന് മാത്രം. പക്ഷെ ഇത് വ്യക്തമായി പറയാറുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കാമല്ലോ. അവർ വ്യക്തമായി അവരെ പള്ളികളിലുള്ള പ്രസംഗങ്ങളിൽ അത് വ്യക്തമായി ആ വിഷയത്തേക്ക് നമുക്ക് വരാണ്ട്. ഇപ്പം ഇതിലെ ചോദ്യം, നമ്മളെ വിഷയം എന്ന് വെച്ചാൽ, ഇതിലെ ചോദ്യം എന്ന് വെച്ചാൽ, ഇവർ എന്തായാലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഇവരുടെ ആശയങ്ങൾ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച പ്രഭാഷണങ്ങളിലും അവരുടെ മീഡിയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെ നമ്മൾ 100 മുസ്ലിങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക, അതിലൊരു വലിയ വിഭാഗം മുസ്ലിം ലീഗ് ഉണ്ട്. 30 മുതൽ 40% മുസ്ലിങ്ങൾ എന്തായാലും മുസ്ലിം ലീഗിൻ്റെ ഭാഗമാണ്. ഓഫ് കോഴ്സ് ഇവിടെ ദേശീയ മുസ്ലിങ്ങളുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്ന നിലമ്പൂർ ആര്യാട് മുഹമ്മദിൻ്റെ നാടാണ്. അതുപോലുള്ള ദേശീയ മുസ്ലിങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അവർ കോൺഗ്രസ്സുകാരാണ്, പണ്ടും കോൺഗ്രസ് ആണ്, അവരുടെ മക്കൾ കോൺഗ്രസ് ആണ്. പിന്നെ ഇവിടെ ഉള്ളത് ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആൾ. ഇപ്പം ചില ആളുകളെ വിചാരം ഇടതുപക്ഷ ചിന്താഗതിയിൽ വളരെ ഫ്രാക്ഷൻ മുസ്ലിങ്ങളുള്ളൂ എന്നുള്ളതാണ്. അല്ല, വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10% മുസ്ലിങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അവർക്ക് വേണ്ടി ഇവിടെ SDP ഉണ്ട്, PDP ഉണ്ട്, INL ഉണ്ട്. ഈ ഒരു ഫ്രാക്ഷനെ കിട്ടാൻ വേണ്ടിയിട്ടാണോ ജമാഅത്ത് ഇസ്ലാമി കഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൽ ഈ 10% നിങ്ങൾ പറഞ്ഞതിൽ വളരെ വളരെ ചെറിയ ഒരു ശതമാനം മാത്രമേ ജമാഅത്ത് ഇസ്ലാമിക്ക് ഉള്ളൂ, ജമാഅത്ത് ഇസ്ലാമിക്കാരായിട്ടുള്ളൂ. അതെ, ജമാഅത്ത് ഇസ്ലാമിക്കാരായിട്ട്. പക്ഷെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ദൃശ്യത, വിസിബിലിറ്റി, അത് വളരെയധികം ഉണ്ട്. കാരണം നിങ്ങൾ ഈ പറഞ്ഞ PDPക്കോ മറ്റുള്ള ആളുകൾക്കോ ഒന്നും ഇല്ലാത്ത ദൃശ്യത. അത് എന്താന്ന് വെച്ചാൽ അവരുടെ ഒരു പത്രം, നല്ല നിലക്ക് നടന്നു പോകുന്ന ഒരു പത്രം ഉണ്ടല്ലോ, ഒരു ചാനലുണ്ട്, ആളുകൾ ധാരാളം കാണുന്ന ഒരു ചാനൽ, വാരികയൊക്കെ പണ്ടേ ഉള്ളതാണ്. പിന്നെ ദീർഘകാലം എഴുതിയിരുന്ന അതെ, അത് പണ്ടേ ഉള്ളത് തന്നെയാണ് വാരിക. അതിനൊക്കെ ഒന്ന് ഭംഗിയാക്കിയെന്നേ ഉള്ളൂ. പക്ഷെ അകത്ത് വരുന്ന ലേഖനങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പുരോഗമനപരമായ ഒരു ലേഖനവും അതിൽ വരാറില്ല. അല്ല, പ്രബോധനത്തിൽ തന്നെ അതിനവർക്ക് പരിമിതി ഉണ്ട് എന്ന് കൂട്ടുക. മാധ്യമത്തിലാണെങ്കിൽ ഇസ്ലാമോ ജമാഅത്തെ ഇസ്ലാമിയോ ചർച്ച ചെയ്യപ്പെടാറില്ല. അതിൽ പൊതുസമൂഹത്തിന് വേണ്ടി പല ആളുകളെയും ഇത് എഴുതുമല്ലോ. ചാനലിലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ഓരോ ചർച്ചയൊക്കെ വന്നു എന്നല്ലാതെ ജമാഅത്ത് ഇസ്ലാമി അവർക്ക് പ്രശ്നമല്ല. എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എന്താ, മതരാഷ്ട്രം അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം, മൗദൂദിയൻ ഫിലോസഫി, അതിലേക്ക് ചിന്ത പോകാതെ, ആളുകളുടെ ശ്രദ്ധ പോകാതിരിക്കാനാണ് അവർ അതല്ലാത്ത രംഗങ്ങളിലൊക്കെ. അപ്പം അത് പിന്നെ ഒരു വിശാലമായ വിഷയമാണ്. അപ്പം അവർ ഭരണഘടനയിൽ ഭേദഗതി ചെയ്തിട്ട് പോലും ഈ ഇസ്ലാമിക രാഷ്ട്രം അവിടെ മുഴച്ചു നിൽക്കുന്നുണ്ട്. അതാണ് അത്ഭുതകരം, സാധിച്ചിട്ടില്ല. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഈ കേരളത്തിൽ ഇത്രയും രാഷ്ട്രീയ പാർട്ടികളിൽ മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ഈവൻ BJPയിൽ പോലും. ഇവരുടെ ഈ പിന്നെ പത്രം വഴി, ന്യൂസ് വഴി, ഇവരുടെ വാരിക വഴി, നിങ്ങൾ പറഞ്ഞ പോലെ ഫ്രൈഡേ സ്പീച്ച് വഴി ഈ പാർട്ടിയിൽ തന്നെയുള്ള മുസ്ലിങ്ങൾ അവർ സ്വാധീനിക്കുകയാണ്. അങ്ങനെ സ്വാധീനിക്കുമ്പോൾ ഞാൻ ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നമ്മൾ തമ്മിലുള്ള ഡിസ്കഷനിൽ നിങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്, ഒരു വിഭാഗം ആളുകൾ അവർ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അവർ തീവ്ര ചിന്താഗതിക്കാരോ, അവർക്ക് പിന്നെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കലൊക്കെ ആയിരിക്കും പിന്നെ അവരുടെ ചിന്ത. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇവിടെ സുന്നികളുണ്ട്. സുന്നികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വലിയ വിഭാഗം സുന്നികളാണ്. സുന്നി ഉസ്താദുമാർ ഒരു കാരണവശാലും വർഗീയത പ്രസംഗിക്കാറില്ല.
അപ്പോൾ അവർ നോക്കുമ്പോൾ അവർ യാഥാസ്ഥികരാണ്. ഏത് ഈ ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ട് ബ്രെയിൻ ഫീഡ് ചെയ്യപ്പെട്ട ആളുകൾ നോക്കുമ്പോൾ സുന്നികൾ യാഥാസ്ഥികരാണ് എന്ന് മാത്രമല്ല, അവർക്ക് ഉസ്താദുമാരുണ്ട്. ആ ഉസ്താദുമാരുടെ ഇതിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർ പൊളിറ്റിക്കലാണ്, പക്ഷേ യാഥാസ്ഥികരാണ് സുന്നികൾ. അപ്പുറത്ത് സലഫികളെ നോക്കുമ്പോൾ സലഫികൾ ഫണ്ടമെൻ്റലാണ്, പക്ഷെ അവരെന്തല്ല, പൊളിറ്റിക്കലല്ല. അപ്പോൾ സുന്നികൾ ഫണ്ടമെൻ്റലുകളല്ല, യാഥാസ്ഥികരാണ്, പക്ഷെ അവർ പൊളിറ്റിക്കലാണ്. ഇവിടെ സലഫികൾ എന്തല്ല, ഫണ്ടമെൻ്റലാണ്, പക്ഷെ അവരെന്തല്ല, പൊളിറ്റിക്കലല്ല. പിന്നീട് ഈ ബ്രെയിൻ ഫീഡ് ജമാഅത്ത് ഇസ്ലാമിയാൽ ബ്രെയിൻ ഫീഡ് ചെയ്യപ്പെട്ട ആളുകൾക്ക് കയറിപ്പോകാനുള്ള പ്രസ്ഥാനം STPI ആണ്. STPIയെ കുറിച്ച് നിങ്ങൾ എപ്പോഴും പറയാറുണ്ട്, അതൊരു ഐഡിയോളജിക്കൽ സംഘടന അല്ല. നമ്മളാളെ തൊട്ടാൽ നമ്മൾ തിരിച്ചടിക്കും, അങ്ങനത്തെ ഒരു ഗ്യാങ് ആണ് STPI. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ആളുകൾക്ക് കയറി ചെല്ലാനുള്ള പ്രസ്ഥാനം സ്വാഭാവികമായിട്ടുള്ള അവരുടെ ഒരു കുടിയിരിപ്പ് എവിടെ ആയിട്ട് മാറും? ജമാഅത്ത് ഇസ്ലാമി ആയിട്ട് മാറും എന്നുള്ളതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? ജമാഅത്ത് ഇസ്ലാമിയെ അങ്ങനെ ആളുകളൊരു സ്വീകരിക്കുന്ന സ്വഭാവം ഇല്ല. അങ്ങനെ ആളുകൾ ഇതിലിങ്ങനെ കയറി വന്ന് അങ്ങനെ ഒരു വലിയ ജനകീയ പാർട്ടിയായി മാറുന്നൊരു സ്വഭാവമല്ല. ഇപ്പം നിങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ എവിടെ നോക്കിയാലും പഴയ കാലത്തുണ്ടായിരുന്ന ജമാഅത്തുകാരുടെ മക്കളാണ് ഇന്ന് ജമാഅത്തുകാർ. അതിൽ കുറവുമില്ല, ഏറെയില്ല. പിന്നെ ഈ പത്രമാധ്യമങ്ങളിലൂടെ ചാനലുകളിലൂടെ ബന്ധപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതിപ്പോൾ മുസ്ലിങ്ങൾ തന്നെ ആകണമെന്നില്ല. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുടെ, ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ദൃശ്യത എന്ന് പറയുന്നത് ഈ പത്രമാധ്യമങ്ങൾ ചാനലുകളാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ അവരുടെ പൊളിറ്റിക്കൽ നിലപാട്, സമരാഭിമുഖ്യം ഒക്കെ മറ്റ് സംഘടനകൾക്ക് ഇല്ലാത്ത രൂപത്തിൽ പുറത്തു വരാറുണ്ട്. പല സമരങ്ങളിൽ അവർ പങ്കെടുക്കാറുണ്ട്. അത് സുന്നികളോ മുജാഹിദുകളോ അത്തരം ഇതിൽ പങ്കെടുത്തോളുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ന് നമ്മളെ സമൂഹം റിലീജിയസ് സൊസൈറ്റി അല്ല, നമ്മളെ സമൂഹം പൊളിറ്റിക്കൽ സൊസൈറ്റിയാണ്. ഞാൻ പറഞ്ഞത് റിലീജിയൻ ഇല്ല എന്നല്ല, പൊളിറ്റിക്കൽ അല്ലാത്ത ഒരു വിഷയം നമുക്കിന്നില്ല. രാഷ്ട്രീയ അതിപ്രസരം ഉള്ള സമൂഹമാണ് ഈ ആധുനിക സമൂഹം. അതതിൻ്റെ തെറ്റായ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി. അപ്പം അങ്ങനെ വരുമ്പോൾ മുജാഹിദുകളോ സുന്നികളോ മറ്റ് തബ്ലീഗുകാരോ ഒക്കെ അവർ ഈ ഷിർക്കും കുഫറും ഈ വാദപ്രതിവാദവും ഘടനാപ്രസംഗവും നടക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഈ അടിസ്ഥാന സൗകര്യങ്ങൾ എക്സ്പ്രസ് വേക്കെതിരായിട്ടുള്ള സമരം, അതുപോലെ പൗര നിയമങ്ങൾക്ക് സമരം. അപ്പോൾ ഇതിലൊന്നും മുജാഹിദിനെ കാണുന്നില്ല, സുന്നികളെയും കാണില്ല. അപ്പോൾ രണ്ട് വികാരമാണ് ഇവിടെ വരുന്നത്. ഒന്ന്, ജമാഅത്ത് ഇസ്ലാമി പൊളിറ്റിക്കൽ പാർട്ടിയാണ് എന്നുള്ള ഒരു വികാരം മുസ്ലിങ്ങൾക്കിടയിൽ വളരും. മറ്റൊരു വികാരം, ജമാഅത്ത് ഇസ്ലാമി മാത്രമാണല്ലോ ഇത്തരം ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നത്, മറ്റു മുസ്ലിം സംഘടനകളൊക്കെ ഒഴിഞ്ഞിക്കല്ലേ. ജനകീയ മുന്നണി. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കുള്ള ഒരു സ്വീകാര്യത ആ ഒരു ഭാഗത്ത് കിട്ടും. അതായത് അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നുണ്ട്, മറ്റോരില്ല. എന്നാൽ ഇവര് മറ്റൊരില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ഇതിലൊന്നും അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടല്ല. സുന്നികളാണെങ്കിലും മുജാഹിദുകളാണെങ്കിലും അവരാണല്ലോ മുസ്ലിങ്ങളിലധികം. അവരൊക്കെ മുസ്ലിം ലീഗിലോ കോൺഗ്രസിലോ ആയിരിക്കും. അപ്പൊ അവരിപ്പോ പ്രത്യേകിച്ച് അവരുടെ നിലപാടിനൊപ്പാണ് ഇവർ നിൽക്കുക. അതെ, അവർ പ്രത്യേകിച്ച് ഇപ്പൊ ഇവിടെ സുന്നി മുസ്ലിംമാര് രംഗത്തിറങ്ങണം എന്നൊന്നുമില്ല. മുജാഹിദിന്റെ പണ്ഡിതന്മാർ ഇങ്ങനെ ഒരു സമരം അതൊന്നും വേണ്ട, ആവശ്യമില്ല. അപ്പൊ ജമാഅത്ത് ഇസ്ലാമി എന്തായിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് ഒരു രാഷ്ട്രീയ സംഘടനയായി മതസംഘടനയായി തുടങ്ങിയതാ. മതത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മറ്റ് സംഘടനകളൊന്നും സമഗ്രമായ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യണില്ല, തങ്ങളാണത് ചെയ്യണത്. അത് ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും സ്പർശിക്കുന്ന ഒരു മഹത്തായ ആശയമാണ്, ഐഡിയോളജിയാണ്, പ്രത്യയശാസ്ത്രമാണ്. അത് പറഞ്ഞു തുടങ്ങിയ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ രംഗത്ത് നിഷ്ക്രിയരായിരുന്നു. തെരഞ്ഞെടുപ്പുകളെ ബഹിഷ്കരിച്ചു. പിന്നെ മുന്നണികളായിട്ടും ബന്ധമല്ല, തനിയെ തന്നെ രാഷ്ട്രീയ രംഗത്തുമില്ല. അവരിതിൽ നിന്നൊക്കെ വിട്ടുനിന്നു. 77 ഈ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് കോൺഗ്രസിനെതിരായിട്ട് അവർ വോട്ട് ചെയ്തു ഇന്ത്യയിൽ എന്നതൊഴിച്ചാൽ
അവർക്ക് അത് സ്വാഭാവികമായിട്ടും ചെയ്യും. അതുവരെ അവർ രാഷ്ട്രീയത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. ഇല്ല, അവർ നിരോധിക്കപ്പെട്ട അടിയന്തരാവസ്ഥ കാലത്ത് അതിനെതിരായിട്ടുള്ള വികാരം പ്രകടിപ്പിച്ചു വോട്ടിങ്ങിലൂടെ. പക്ഷേ ആ 77 ശേഷമുള്ള വർഷങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പതുക്കെ 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 രാഷ്ട്രീയ താല്പര്യം, അതായത് കക്ഷി രാഷ്ട്രീയ താല്പര്യം, ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയം പുതിയതാന്ന് പറയാൻ പറ്റില്ലല്ലോ, കാരണം അത് തുടങ്ങുന്ന തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമായിട്ടാണ്. അപ്പൊ പതുക്കെ പതുക്കെ ഒരു രാഷ്ട്രീയ താല്പര്യം. അതിന്റെ ഒന്നാമത്തെ സ്റ്റേജ് എന്താണ്? മൂല്യങ്ങളുള്ള ധർമ്മബോധമുള്ള ആ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക. അപ്പൊ അത് അവർ തീരുമാനിക്കണ മൂല്യബോധം എന്ന് പറയുന്നത് പല അർത്ഥത്തിലായിരിക്കും. പക്ഷെ ആ പരീക്ഷണം പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? 1 or 2 തെരഞ്ഞെടുപ്പുകളിൽ അവർ മുന്നണികൾക്ക് രഹസ്യമായി പിന്തുണ കൊടുത്തു. പരസ്യമായിട്ടല്ല. അപ്പൊ ഈ പിന്തുണ കൊടുക്കലും ഈ മൂല്യം നോക്കി വോട്ട് ചെയ്യലും ഒരു പരാജയമാണ് എന്ന് വന്നാൽ നമ്മളേതായാലും രാഷ്ട്രീയത്തിൽ എത്തിയല്ലോ, ഇനി മതത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. എങ്ങനെ? മതത്തെ നിർവചിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ മുഴുവൻ വിളിച്ചിട്ട് ഒരു രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് പറയാൻ ഇനി പറ്റില്ല. അപ്പം ഇനി പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ എങ്ങനെ നിൽക്കാം, അതിൻ്റെ ഭാഗമാണ് വെൽഫെയർ പാർട്ടി എന്നത് രൂപീകരണം. അത് രൂപീകരിച്ചതിന് ശേഷവും അത് ജമാഅത്തല്ല എന്ന് അവർ പറയും. പക്ഷെ അത് ജമാഅത്താണ് എന്നുള്ള ഈ തെളിവെന്താ? വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണെങ്കിലും മറ്റു പാർട്ടികളുമായി ചർച്ച നടത്തൽ ആരോടാ? ജമാഅത്തിന്റെ നേതാക്കന്മാരോടാണ്. എന്ന് മാത്രമല്ല, ജമാഅത്ത് പ്രവർത്തകർ, ഒരു വെൽഫെയർ പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരാൾ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ സ്ത്രീകളടക്കം ഫർദർ ഇട്ടിട്ട് എന്ത് ചെയ്യും? ജമാഅത്ത് വീടുകളിൽ നിന്നുള്ള സ്ത്രീകൾ വോട്ട് ചോദിച്ചിറങ്ങും. അതിപ്പോ ജമാഅത്ത് അല്ല എന്ന് വെറുതെ പറയാന്നേ ഉള്ളൂ, എല്ലാവർക്കും അറിയാവുന്ന ആയിക്കോട്ടെ, ആണോ അല്ലേ എന്നുള്ളതല്ല. അപ്പൊ ആ ഒരു ദശയിൽ ജമാഅത്തെ ഇസ്ലാമി പൂർണ്ണമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായി പരിണമിച്ചു കഴിഞ്ഞു. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഒരു പൂർണ്ണ വളർച്ച എത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിന്റെ മുഖം വെൽഫെയർ പാർട്ടി ആയിരിക്കാം, അത് നമ്മൾ നോക്കണ്ട. ഇപ്പോൾ RSS ഇത്ര കാലം വരെയും പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ ജനസംഘത്തെയും BJPയെയും ബൂസ്റ്റ് ചെയ്യുകയായിരുന്നു. അവരാണല്ലോ ഇതിന്റെ തല. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയായി വളരാൻ മാത്രം രാഷ്ട്രീയ പാർട്ടി വലിപ്പല്ല. പിന്നെ അതിൻ്റെ തന്നെ നേതാക്കളിൽ ഒരാളായ പിന്നെ SKR ഇല്യാസ് എന്ന് പറഞ്ഞ ആ ആളൊരു നല്ല വലിയ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ലീഡർഷിപ്പിൽ നിർത്തിക്കൊണ്ടാണ് പിന്നെ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ ലക്ഷ്യം എന്താണ്? ഒരു ജനാധിപത്യ മതേതര സമൂഹത്തിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അപ്പോൾ ഹുക്കൂമത്തെ ഇലാഹിയിൽ തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ക്ഷേമരാഷ്ട്രത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം. ഇപ്പോൾ ജമാഅത്തുകാർ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പഴയ കാലത്താണെങ്കിൽ അതിനെ ഇവിടുത്തെ അനിസ്ലാമിക ഭരണകൂടങ്ങളെ അല്ലെങ്കിൽ സാമൂഹിക വ്യവസ്ഥകളെ താങ്ങി നിർത്താനുള്ള വോട്ടാ. അത് പാടില്ലായിരുന്നു, ഷിർക്കായിരുന്നു, കുഫറായിരുന്നു. അപ്പം ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അതേ ആശയങ്ങൾക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യണത്. മനസ്സിലായി. പക്ഷെ അത് സ്വന്തം പാർട്ടി ഉണ്ടാക്കിക്കൊണ്ടാ. മനസ്സിലായി. അപ്പം അതിൻ്റെ പരിഹാസ്യത എത്രത്തോളം അറിയാം. അല്ലേ, ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതോടുകൂടി അവർ ആ ജമാഅത്ത് ലാബിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അങ്ങനെ അവർ സമൂഹത്തെ ബോധിപ്പിക്കുകയാണ് വെൽഫെയർ പാർട്ടിയാണ് ഞങ്ങൾ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ സമരങ്ങൾ ഉണ്ടാവുന്നിടത്ത് ഇവർ കയറിക്കൂടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2019 പൗരത്വ നിയമത്തിനെതിരെയുള്ള സമരം നടന്നു. ആദ്യഘട്ടത്തിൽ ഈ പാൻ ഇന്ത്യ തലത്തിൽ തന്നെ ഈ സമരം ചർച്ച ചെയ്യപ്പെട്ടത്, അതായത് ഇന്ത്യയിലെ മതേതരത്വം സംരക്ഷിക്കുക, ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ള മുദ്രാവാക്യമായിരുന്നു പുറമേക്കുണ്ടായിരുന്നത്. എല്ലാ മതത്തിലും പെട്ട ആളുകളും വിദ്യാർത്ഥികളൊക്കെ സമരത്തിലുണ്ടായിരുന്നു. കാരണം മതം മാനദണ്ഡമാകുന്ന മതേതരത്വ രാജ്യം എന്നായിരുന്നു അതിൻ്റെ മുദ്രാവാക്യം. ജമാഅത്ത് ഇസ്ലാമി കയറിക്കൂടി പോലെ കുറേ കുട്ടികൾ ഈ JNUവിലും അവിടെ ഇവിടെയൊക്കെ പഠിക്കുന്നുണ്ട്. ഇവർ വന്നിട്ട് മുദ്രാവാക്യം മാറ്റി, ഇസ്ലാമിൻ്റെ ഇസ്സത്ത് സംരക്ഷിക്കുക എന്നാക്കി. അതോടുകൂടെ മറ്റുള്ളവർ എന്ത് വിചാരിച്ചു? ഇസ്ലാമിൻ്റെ ഇസ്സത്ത് സംരക്ഷിക്കണമെങ്കിൽ അത് പിന്നെ എന്നാ പോലെ തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഭരണഘടന സംരക്ഷിക്കുക എന്ന് പറയുമ്പോഴാണ് അതൊരു പൊതു സമരമായി മാറുന്നത്. ഇവരതെന്ത് ചെയ്യുക, ഇസ്ലാമിൻ്റെ ഒരു വിഷയമാക്കി മാറ്റുന്നതോടുകൂടെ എന്തായി? സമരം പൊളിഞ്ഞു. അതാണ് പിന്നെ ഡൽഹി കലാപം ആ ഒരു മുസ്ലിങ്ങളെ പ്രശ്നമായിട്ട് മാറിയത്.
അത് ഈ CJP-യിലും കയറിക്കൂടെ അവർ നോക്കിയിട്ടുണ്ട്, പക്ഷേ അത് നടന്നിട്ടില്ല. അപ്പൊ ഇതൊരു വലിയ ഉപദ്രവമല്ലേ? കാരണം അത് RSSന് കാര്യങ്ങൾ എളുപ്പമാണ്. RSS എന്താണ് ആഗ്രഹിക്കുന്നത്? ഏതൊരു സമരം വന്നാലും അതിനെങ്ങനെയെങ്കിലും ജിഹാദി ഖലിസ്ഥാൻ തീവ്രവാദികളിലാക്കുക എന്നുള്ളതാണ്. അത് നടത്തി കൊടുക്കുകയല്ലേ ജമാഅത്ത് ഇസ്ലാമി യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നിലപാട് തനിച്ച റിയാക്ഷണറി പിന്തിരിപ്പൻ നിലപാടാണ്. ഇപ്പോൾ പൗരത്വ ഭേദഗതിക്കെതിരെ അല്ലെങ്കിൽ അതുപോലെയുള്ള ജനവിരുദ്ധ നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യാനുള്ള അവകാശം ജമാഅത്ത് ഇസ്ലാമിക്കും ഉണ്ട്. ഇന്ത്യയിൽ ആർക്കും സമരം ചെയ്യാം. പക്ഷേ ഒരു പൊതുസമൂഹം പൊതുവേദി ഉണ്ടാക്കി സമരം ചെയ്യുമ്പോൾ അതിൽ പങ്കാളികളാവാം. പക്ഷെ അവിടെ വെച്ചിട്ട് പിന്നെ വിഭാഗീയമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ വരും. കാരണം അള്ളാഹു അക്ബർ ഏത് വിഷയത്തിനും വിളിക്കാം. ഇപ്പോൾ അവർ സമരം ചെയ്യുമ്പോൾ അള്ളാഹു ആണ് മഹാൻ, ഈ നിയമങ്ങളുടെ മുന്നിൽ ഞങ്ങൾ മുട്ടുകുത്തൂല എന്നാണ് ഇവർ ഉദ്ദേശിക്കണമെങ്കിൽ അവർക്കത് വിളിക്കാം. പക്ഷെ ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് അത് വിളിക്കുമ്പോൾ ഉണ്ടാവേണ്ട സംഭവം എന്താ വെച്ചാൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളെ ഒരു വിളിയാണ്. അത് അള്ളാഹു അക്ബറിന്റെ മലയാളം നോക്കിയിട്ടല്ല, ഉറുദു നോക്കിയിട്ടല്ല, അത് ഇസ്ലാമിന്റെ ഒരു വിളിയാണ്. അങ്ങനെയാണെങ്കിൽ ജയ് ശ്രീരാം എന്നും വിളിച്ചൂടെ? അല്ല, അവർ ചിന്തിക്കുമ്പോൾ ശ്രീരാമൻ ജയിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ എതിരില്ലല്ലോ, രണ്ടും ഒന്നായി. അപ്പൊ ഈ വിഭാഗീയ മുദ്രാവാക്യങ്ങൾ വിളിക്കാനുള്ള അവരുടെ ആഗ്രഹവും അവരുടെ സാമർഥ്യവും ഒക്കെ മറ്റ് സംഘടനകൾക്കില്ലാത്ത അളവിൽ അവർക്കുണ്ട്. അപ്പൊ അതിലൊരു ചോദ്യം അതാണ്, ഇവര് ഇത് വിളിക്കുന്നത് RSSന്റെ ആഗ്രഹം അതാണ്. കാരണം നിങ്ങളിപ്പോ നേരത്തെ ഉച്ചരിച്ചു RSS ജയ് ശ്രീരാം വിളിപ്പിക്കുന്നു, ഇപ്പുറത്ത് അള്ളാഹു അക്ബർ അപ്പൊ ഇവർക്ക് പറയാം അവിടെ കണ്ട അള്ളാഹു അക്ബർ എന്നാണ് വിളിക്കുന്നത്, അപ്പൊ നമുക്ക് ജയ് ശ്രീരാം വിളിച്ചൂടെ? അപ്പൊ നമ്മളൊരു കമ്പാരിസൺ ചെയ്യും, 2 കോളം വരയ്ക്കുക. ഓരോരുത്തർ RSS എഴുതുകയാണ്, ഓരോരുത്തർ നമ്മൾ ജമാഅത്ത് ഇസ്ലാമി എഴുതുകയാണ്. ഇത് രണ്ടിന്റെയും സാമ്യങ്ങൾ നോക്കുമ്പോൾ ഒന്ന് ആഗോളതലത്തിൽ ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് RSSന്റെ ലക്ഷ്യം. ഇന്ത്യയിലെ ഹിന്ദു രാഷ്ട്രമല്ല. അതേ സമയത്ത് മറ്റൊടുത്ത് ആഗോളതലത്തിലൊരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക. ഇത് രണ്ടും ഒന്നായി. രണ്ടും മെജോറിറ്റി അംഗീകരിക്കുന്നില്ല. ഇപ്പൊ ഈ വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ വോട്ടിങ്ങിൽ കൂടുതലുള്ള ആൾ അധികാരത്തിൽ എത്തുക എന്നാണല്ലോ. RSSൽ അങ്ങനെ അതിന്റെ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ ഒരു വോട്ടിങ്ങും ഇല്ല, അതിൽ മെജോറിറ്റി ഇല്ല, ഇപ്പുറത്തും ഇല്ല. ബാക്കി കാര്യങ്ങളിലെ സാമ്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സാമ്യങ്ങൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, അത് ആഗോള ഹൈന്ദവ വ്യവസ്ഥയാണ് ആത്യന്തികമായി RSSന്റെ ലക്ഷ്യം.